എന്റെ നിഷ്കളങ്കനായ കുഞ്ഞിനെ മരിച്ചിട്ടും നിങ്ങളെന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത്? 50 വർഷക്കാലമായി ഒരച്ഛൻ കേരള സമൂഹത്തോടും കേരള പോലീസിനോടും ചോദിച്ച ചോദ്യമാണിത്. ആ അച്ഛൻ എഴുതിയ പുസ്തകത്തിൽ കോറിയിട്ട പോലെ ഒരു മകന്റെ നീതിക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു കുതിരയെപ്പോലെ ഓടി നടന്ന ഒരച്ഛൻ. അതെ, ഇതൊരച്ഛൻ്റെയും മകന്റെയും കഥയാണ്. മകനെ കാണാതായി മനോനില തകർന്ന ഒരമ്മ ചില്ലറത്തുട്ടുകൾ കൂട്ടിവെച്ച് ആ മകനു വേണ്ടി കാത്തിരുന്നു. ഒടുവിൽ അത് ഈശ്വരവാര്യർന്ന ആ അച്ഛനെ ഏൽപ്പിച്ച് മകനെ കാണാതെ മടങ്ങിപ്പോയി. ആ അമ്മയുടെ തീരാത്ത കണ്ണുനീരിന്റെ കഥ. മാലൂരിന്റെ കഥ പറച്ചിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അത് ഒരു അടിയന്തരാവസ്ഥ കാലമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അവരുടെ സ്വന്തം നേട്ടത്തിനു വേണ്ടി രാജ്യത്ത് പോലീസ് രാജ് കൊണ്ടുവന്ന ആ നാളുകൾ. കോഴിക്കോട് റീജിയൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പൊതുചടങ്ങ് നടക്കുകയാണ്. അവിടേക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ എത്തുന്നു. ചിലർ പറയുന്നു കരുണാകരനല്ല, അത് വെള്ളൈ ഈശ്വരനാണെന്ന്. എന്തായാലും അന്നത്തെ ഒരു മന്ത്രി എത്തുന്നു. ആ ചടങ്ങിൽ അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി പി രാജൻ എന്ന വിദ്യാർത്ഥി ഒരു ഗാനം ആലപിക്കുകയാണ്. ലങ്കാദഹനം എന്ന ചിത്രത്തിലെ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശൂനകനോ അതോ ശുംഭനോ. ഗാനം കേട്ട മന്ത്രിക്ക് തീരെ പിടിച്ചില്ല. പോലീസുകാരോട് ആ പയ്യനെ നോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. അന്നു മുതൽ പി രാജൻ പോലീസുകാരുടെ കണ്ണിലെ കരടായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം 1976 ഫെബ്രുവരി 28 കായണ്ണ പോലീസ് സ്റ്റേഷൻ ഒരു കൂട്ടം നക്സൽവാദികൾ ആക്രമിക്കുകയാണ്. അന്നത്തെ നക്സൽ നേതാവ് വേണുവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം. അവർക്ക് തോക്കാണ് ആവശ്യം. അവർ ആ പോലീസ് സ്റ്റേഷൻ കീഴടക്കി തോക്കുമായി കടന്നു കളഞ്ഞു. കുറച്ച് പോലീസുകാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ് വീണ പോലീസുകാരുടെ ഇടയിലൂടെ നക്സലൈറ്റുകൾ ഓടുമ്പോൾ ഒരാൾ വിളിച്ചു പറഞ്ഞു, രാജ ഓടിക്കുമെന്ന്. ഇത് പോലീസുകാർ കേട്ടു. പോലീസുകാർ നോട്ട് ചെയ്തു. കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം വലിയ വാർത്തയായി. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ വലിയൊരു വീഴ്ചകളൊന്നായി. നക്സലൈറ്റ് സംഘം കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തോക്കുമായി കടന്നു കാതിരിക്കുന്നു. നക്സലൈറ്റുകളെ ഉന്മൂലനം ചെയ്യണം. കെ കരുണാകരൻ ഒരു തീരുമാനമെടുത്തു. ഒരു സംഘത്തെ രൂപീകരിച്ചു. സംഘത്തലവൻ ജയറാം പടിക്കൽ. നക്സൽ സംഘത്തെ അമർച്ച ചെയ്യാൻ 2 ക്യാമ്പുകൾ ഒരുങ്ങി. ഒന്ന് ശാസ്തമംഗലത്തും മറ്റൊന്ന് കക്കയത്തും. കക്കയം ക്യാമ്പിന്റെ ചുമതല മലബാർ സ്പെഷ്യൽ പോലീസിനായിരുന്നു. അവിടെ ജയറാം പടിക്കലിന് നേതൃത്വത്തിലുള്ള ഒരു സംഘമുണ്ട്. ജയറാം പടിക്കൽ, പുലിക്കോടൻ നാരായണൻ, മധുസൂദനൻ, ലക്ഷ്മണ എന്നിവർ. അവർ കേസന്വേഷണം തുടങ്ങി. പോലീസുകാർ പറഞ്ഞ ഒരു തുമ്പുണ്ട്, രാജ നീ ഓടിക്കോ എന്ന്. അവർക്ക് സംശയമുള്ള എല്ലാ രാജന്മാരെയും പിടിച്ചു. അങ്ങനെ 1976 മാർച്ച് 1 രാവിലെ 6:30 കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിലെ ഡീസൂൺ ഇന്റർ പൊളിറ്റിക്കൽ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞ് വരികയായിരുന്ന പി രാജൻ എന്ന കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്സ് ക്ലബ് സെക്രട്ടറിയെ ഹോസ്റ്റലിന്റെ മുന്നിൽ നിന്നും പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നു. കൂടെ ജോസഫ് ചാലി എന്ന വിദ്യാർത്ഥിയെയും. രണ്ടുപേരെയും പിടിച്ചുകൊണ്ടുപോകുന്ന കണ്ട മറ്റു വിദ്യാർത്ഥികൾ പകച്ച് നിന്നുപോയി. കാരണം അവർ വിജയാഹ്ലാദത്തിൽ ഒരുമിച്ച് പാട്ടുപാടി ആടിത്തിമിർത്ത് ബസ്സിൽ കോളേജിന്റെ മുറ്റത്ത് വന്നിറങ്ങി ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു. ആ വിദ്യാർത്ഥികളെയാണ് അവിടെ കാത്തുനിന്ന പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വിദ്യാർത്ഥികൾ ഉടൻ തന്നെ ഹോസ്റ്റൽ വാർഡൻ ഡോക്ടർ രാധാകൃഷ്ണനെ വിവരമറിയിച്ചു. രാധാകൃഷ്ണൻ തൊട്ടടുത്ത് താമസിച്ചിരുന്ന പ്രിൻസിപ്പൽ KM വഹാബുദ്ദീനെയും വിവരം ധരിപ്പിച്ചു. വഹാബുദ്ദീൻ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനായ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. നിങ്ങൾ എൻ്റെ കുട്ടികളെ അറസ്റ്റ് ചെയ്തോ? അവിടെയൊന്നും ഇല്ല എന്നുത്തരമായിരുന്നു.
തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനായ മുക്കം പോലീസ് സ്റ്റേഷനിലേക്കും അദ്ദേഹം വിളിച്ചു. നിങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലെ എൻ്റെ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തോ? ഇല്ല എന്ന് തന്നെയായിരുന്നു അവിടുന്നുള്ള മറുപടിയും. പിന്നെ എന്തു ചെയ്യും? ഒടുവിൽ DIG ഓഫീസിലേക്ക് തന്നെ പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അവിടെ പഠിപ്പിച്ചിരുന്ന വേറൊരു പ്രൊഫസറെയും കൂട്ടി അദ്ദേഹം DIG ഓഫീസിലേക്ക് എത്തി. DIG ഓഫീസിലെത്തുമ്പോഴാണ് അദ്ദേഹത്തിന് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവുന്നത്. DIG ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന് നിർണായക വിവരം ലഭിച്ചു. രാജനെയും ജോസഫിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലാണ്. അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കായണ്ണ CI ശ്രീധരനാണ്. പക്ഷേ അന്വേഷണ ചുമതല DIG ജയറാം പടിക്കലിനാണ്. ഇപ്പോൾ തന്നെ കുട്ടികൾ ജയറാം പടിക്കലിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് കുട്ടികളെ രക്ഷിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ കക്കയം ക്യാമ്പിലേക്ക് പോകൂ. അവരെ കക്കയം ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. കക്കയം ക്യാമ്പ്. കക്കയം ക്യാമ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. നക്സലൈറ്റുകളെ ഇല്ലാതാക്കാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി നിർമ്മിച്ച 2 ക്യാമ്പുകൾ, ശാസ്തമംഗലത്തും കക്കയത്തും. ഈ കുട്ടികളെ അന്നത്തെ കരിനിയമമായ മിസ എന്ന നിയമത്തിന്റെ പുറത്താണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഗവൺമെന്റിനെതിരെ ശബ്ദിക്കുന്നവരെ അമർച്ച ചെയ്യാൻ അവർ കൊണ്ടുവന്ന ഒരു നിയമം മിസ. ആ നിയമത്തിന്റെ പുറത്താണ് ഈ കുട്ടികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെ എത്ര കാലം വേണമെങ്കിലും അവരുടെ കസ്റ്റഡിയിൽ വെക്കാം. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ പ്രൊഫസർ ബഹാവുദ്ദീൻ ഉടൻ തന്നെ P. രാജന്റെ പിതാവിനെ വിവരമറിയിച്ചു. കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രൊഫസറായി ജോലി ചെയ്തിരുന്ന ഈശ്വര വാര്യർ. അദ്ദേഹം വിവരമറിഞ്ഞ് ഉടൻ തന്നെ അവിടെ നിന്നും കക്കയത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ കക്കയം ക്യാമ്പിന്റെ അടുത്തുപോലും എത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒടുവിൽ കക്കയം ക്യാമ്പിലേക്ക് എത്താൻ അവർക്ക് അപേക്ഷ നൽകേണ്ടി വന്നു. അങ്ങനെ മാർച്ച് 4-ന് പ്രിൻസിപ്പൽ ബഹാവുദ്ദീനും പ്രൊഫസറായ KK അബ്ദുൽ ഗഫൂറും കൂടി കക്കയം ക്യാമ്പിലേക്ക് തിരിച്ചു. കക്കയം ക്യാമ്പിലെത്തിയ അവരെ പെട്ടെന്നൊന്നും കാണാൻ ജയറാം പടിക്കൽ കൂട്ടാക്കിയില്ല. 4 മണിക്കൂറാണ് അവരെ പുറത്തിരുത്തിയത്. അതിനുശേഷം അവരെ ജയറാം പടിക്കൽ ഉള്ളിലേക്ക് വിളിച്ചു. ജയറാം പടിക്കൽ അനുമതി കൊടുത്തു തന്നെ അവരോട് ചില കാര്യങ്ങൾ ചോദിച്ച് അറിയാനായിരുന്നു. രാജനെക്കുറിച്ചും ജോസഫ് ചാലിയെക്കുറിച്ചും മറ്റ് വിദ്യാർത്ഥികളെക്കുറിച്ചും ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് പോലീസുകാർ രാജനെ പിടിച്ചുകൊണ്ടുപോയതെന്ന് ടെലിഗ്രാം അടിച്ചതെന്ന് ചോദിച്ചു. പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നത് എൻ്റെ വിദ്യാർത്ഥികൾ കണ്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്കിൽ രാജൻ എവിടെയെന്ന് അവർ ചോദിച്ചു. അബ്ദുൽ ഗഫൂർ ഉടൻ തന്നെ തിരിച്ചു ചോദിച്ചു, നിങ്ങളല്ലേ രാജനെ പിടിച്ചുകൊണ്ടുപോകുന്നത്? അത് ശരിയാണ്. പക്ഷെ ഇന്നലെ ഞങ്ങൾ സ്ഥലം വിസിറ്റിന് അവനെ കൊണ്ടുപോയപ്പോൾ അവൻ ആ സ്ഥലത്തു നിന്നും ഓടിക്കളഞ്ഞു. അവനിപ്പോൾ ആ നക്സൽ സംഘത്തിനൊപ്പം ചേർന്നിരിക്കാം. ഇതായിരുന്നു ജയറാം പടിക്കലിന്റെ മറുപടി. അബ്ദുൽ ഗഫൂറിനും ബഹാവുദ്ദീനും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഇനി ഒരിക്കലും രാജൻ എന്ന വിദ്യാർത്ഥിയെ തങ്ങൾ കാണുകയില്ല. അങ്ങനെയാണ് പുറം ലോകം ആ വിവരം ആദ്യം അറിയുന്നത്. രാജനെ കാണുവാനില്ല. രാജനെ കാണാനില്ല എന്ന വാർത്ത കേട്ട ഈശ്വര വാര്യർ ഉടൻ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അവിടെ C. അച്യുതമേനോനെ കണ്ടു. അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. കരുണാകരനോട് C. അച്യുതമേനോൻ കാര്യങ്ങൾ അന്വേഷിച്ചു. രാജൻ എന്നൊരു വിദ്യാർത്ഥി പോലും തങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നായിരുന്നു K. കരുണാകരന്റെ മറുപടി. അതോടെ അവിടെ നിന്നും ഈശ്വര വാര്യർ തിരികെ പോന്നു. അയാൾ പല വഴികളിൽ അന്വേഷിച്ചു. എല്ലാത്തിനും ഒടുവിൽ 1977 മാർച്ച് 21-ന് അടിയന്തരാവസ്ഥ പിൻവലിച്ചു. മാർച്ച് 25-ന് തന്നെ അഡ്വക്കേറ്റ് ഈശ്വരയ്യരും അഡ്വക്കേറ്റ് രാംകുമാറും ചേർന്ന് ഒരു റിട്ട് തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു. രാജൻ എന്ന വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യത്തെ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. കോടതി പോലീസിനോട് ചോദിച്ചു, എവിടെയാണ് രാജൻ? റിട്ട് നൽകിയതിന്റെ പിറ്റേന്ന് തന്നെ കേരള നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. സോഷ്യലിസ്റ്റ് MLA ആയ PK ശ്രീധരനായിരുന്നു ചോദിച്ചത്, രാജൻ എന്ന വിദ്യാർത്ഥിക്ക് എന്ത് സംഭവിച്ചു? ഉടൻ തന്നെ K. കരുണാകരൻ മറുപടി നൽകി, ഇങ്ങനൊരു വിദ്യാർത്ഥിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടേയില്ല. ഇത് കേട്ട ഈശ്വര വാര്യരും ഉടൻ തന്നെ റിട്ട് തിരുത്തി. കരുണാകരനെയും പ്രതി ചേർത്തു. പോലീസ് കേസെടുത്തു. ഒടുവിൽ പോലീസിന് സമ്മതിക്കേണ്ടി വന്നു രാജൻ മരണപ്പെട്ടു എന്ന്.
നമുക്ക് കക്കയം ക്യാമ്പിലേക്ക് ചെല്ലാം. കക്കയം ക്യാമ്പിലെ ആ കാളരാത്രികൾ. അന്ന് കക്കയം ക്യാമ്പിലുണ്ടായിരുന്ന ഡോക്ടർ എബ്രഹാം ബെൻഹർ ഇത് ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മാർച്ച് മാസം 1-ാം തീയതി 12:30 ഞങ്ങളെ കക്കയം ക്യാമ്പിലെത്തിച്ചു. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കാൾ ക്രൂരമായിരുന്നു കക്കയം ക്യാമ്പിലെ പീഡനങ്ങൾ. ചോദ്യം ചെയ്യാൻ കൊണ്ടുവരുന്ന എല്ലാവരെയും അവരൊരു മേശമേൽ കിടത്തും. കാലുകളും കൈകളും മേശയോട് ചേർത്ത് കൂട്ടിക്കെട്ടും. വായിൽ തുണി തിരുകും. ചിലപ്പോൾ അത് ആ പ്രതിയുടെ അടിവസ്ത്രമായിരിക്കാം. അയാൾ നിലവിളിക്കുന്നത് കേൾക്കാതിരിക്കാം. തുടയുടെ ഭാഗത്ത് ഒരു ഇരുമ്പുലക്ക വെക്കും. മേശയുടെ ഇരുവശവും നിൽക്കുന്ന 2 പോലീസുകാർ ആ ഇരുമ്പുലക്ക ഉരുട്ടും. ശക്തിയായി ഉരുട്ടുന്ന ആ ഇരുമ്പുലക്ക താഴെ കണങ്കാല് വരെ ചെല്ലും. മനുഷ്യന്റെ ജീവൻ പോകുന്ന വേദനയാണ് ക്രൂരമായ ഈ പീഡനമുറ. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പ്രതി ഞാനെല്ലാം തുറന്നു പറയാം എന്ന് പറയും വരെ അവർ ഉരുട്ടിക്കൊണ്ടിരിക്കും. തുറന്നു പറയാം എന്ന് പറയുമ്പോൾ അവർ പ്രതിയെ കെട്ടഴിച്ചു വിടും. അതിനുശേഷം ജയറാം പടിക്കലിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. അയാൾ ഒരു പെൻസിലും കുറിപ്പിച്ച് അവരെ കാത്തിരിപ്പുണ്ടാവാം. അയാൾക്ക് വേണ്ടുന്ന ഉത്തരമല്ല ലഭിക്കുന്നതെങ്കിൽ അയാളുടെ കയ്യിലെ ആ പെൻസിൽ പ്രതികളുടെ ദേഹത്ത് ആഴ്ന്നിറങ്ങും. ഇതായിരുന്നു അവിടുത്തെ പീഡനമുറ. പി രാജൻ എന്ന ആ പാവം ആർട്സ് ക്ലബ് സെക്രട്ടറിയായ ആ പയ്യന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവരുടെ 2ാമത്തെ ചോദ്യം ചെയ്തതിൽ തന്നെ അവന്റെ ജീവൻ വെടിഞ്ഞു. പുലിക്കോടൻ എന്ന സബ് ഇൻസ്പെക്ടറുടെ കൈകൊണ്ടായിരുന്നു മരണം. അത് തീർച്ചയാക്കുന്നത് ഇങ്ങനെയാണ്: രാജന്റെ മരണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പുലിക്കോടൻ ആ ക്യാമ്പിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പുലിക്കോടന്റെ കൈകൊണ്ടായിരുന്നു പാട്ടുപാടുമായിരുന്ന, ഏവരോടും നിഷ്കളങ്കമായി ഇടപെട്ടുകൊണ്ടിരുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്ന രാജൻ എന്ന വിദ്യാർത്ഥി മരണപ്പെട്ടു പോയത്. അല്ല, കൊല ചെയ്യപ്പെടുകയായിരുന്നു. ഇത് പുറം ലോകം അറിഞ്ഞിരുന്നില്ല. രാജന്റെ മൃതദേഹം മറവ് ചെയ്തത് പലരും പല രീതിയിൽ ഊഹിച്ചെടുത്താണ് പറയുന്നത്. കാരണം ഇതറിയാവുന്ന 1-2 ആളുകൾ മാത്രമേ ഉള്ളൂ. ഒരാൾ തീർച്ചയായും ജയറാം പടിക്കലാണ്. അയാൾക്കറിയാം രാജനെ എന്തു ചെയ്തുവെന്ന്. കെ കരുണാകരനറിയാം രാജനെ എന്തു ചെയ്തുവെന്ന്. പക്ഷേ അവർ തുറന്നു പറഞ്ഞിട്ടില്ല. അവർ പറയാതിരുന്നതിനാൽ പുറം ലോകത്ത് ഈ സത്യം എന്നും ഊഹാപോഹങ്ങളായി മാത്രം ശേഷിക്കുകയാണ്. ഒരാൾ പറയുന്നത് രാജനെ കൊന്ന് ഒരു ദിവസം ചാക്കിൽ കെട്ടി 2ാമത്തെ ദിവസം രാത്രിയോടെ വയറുകീറി പുഴയിൽ കൊണ്ട് കളഞ്ഞെന്നാണ്. വേറൊരു കൂട്ടർ പറയുന്നത് രാജനെ കൊന്ന് പിറ്റേന്ന് രാത്രി ഡാമിന്റെ പരിസരത്ത് പഞ്ചസാരയിട്ട് കത്തിച്ച് ഉരക്കുഴിയിൽ എറിഞ്ഞുവെന്നാണ്. വേറൊരു കൂട്ടർ പറയുന്നത് കൂത്താട്ടുകുളത്തെ മീറ്റ് പ്രൊഡക്റ്റ് ഫാക്ടറിയിൽ പന്നികൾക്ക് തീറ്റയായി രാജനെ കൊടുത്തുവെന്നാണ്. എന്തു തന്നെയായാലും രാജനെ ഒരു തെളിവും കൂടാതെ അവർ മറവു ചെയ്തു. പക്ഷേ കാലം അവർക്ക് കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ഒരച്ഛൻ മകന് വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ ഒരു സർക്കാർ തന്നെ താഴെ വീണു. കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രി അധികാരത്തിലേറി 3 മാസം തികയും മുമ്പ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. രാജൻ കേസായിരുന്നു സംഭവം. പിന്നീട് നിയമത്തിന്റെ ചില താക്കോൽ പഴുതിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ കേരള മനസ്സാക്ഷി ഇന്നും ചോദിക്കുന്നുണ്ട്, രാജനെ നിങ്ങൾ എന്തു ചെയ്തു എന്ന്. 2003 ഈശ്വര വാര്യർ എന്ന ആ അച്ഛൻ മകന് വേണ്ടിയുള്ള തൻ്റെ സമരം അവസാനിപ്പിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോഴും ആ അച്ഛൻ ഒരു ചോദ്യമേ ചോദിച്ചുള്ളൂ: നിഷ്കളങ്കനായ എൻ്റെ കുഞ്ഞിനെ മരിച്ചിട്ടും മഴയത്ത് എന്തിനാണ് നിങ്ങൾ നിർത്തിയിരിക്കുന്നതെന്ന്. രാജനെന്ന ആ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി അനുഭവിച്ച പീഡനങ്ങളുടെയും അതിനു പിറകെ അവനെ അന്വേഷിച്ചിറങ്ങിയ ആ അച്ഛൻ്റെ യാതനകളുടെയും കഥ ഞാനിങ്ങനെ ഇവിടെ പറഞ്ഞവസാനിപ്പിക്കുന്നത് അവനെയൊന്ന് ഓർക്കാൻ വേണ്ടി മാത്രമാണ്. ഭരണകൂടം എന്നും അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടി അവർക്കെതിരെ ഉയരുന്ന കരങ്ങളെയും ശബ്ദിക്കുന്ന നാവുകളെയും അവർ തച്ചുടച്ചിട്ടേയുള്ളൂ. പക്ഷേ ഒരു കാര്യം അവർ മനസ്സിലാക്കണം: ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയോ നിയമ സംവിധാനങ്ങളെക്കുറിച്ചോ വലിയ പിടിപാടില്ലായിരുന്ന ഒരച്ഛൻ ഒരു മകന് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒരു ഭരണകൂടം തന്നെ ഇല്ലാതായി. ഇതൊരു ചരിത്രമാണ്.
ഇത് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. കാരണം ഭരണകൂടത്തിൻ്റെ തെറ്റായ നിയമങ്ങൾക്കെതിരെ നമ്മൾ തിരിയുമ്പോൾ നമ്മളെ അവർ രാജ്യദ്രോഹികളാക്കാം. രാജ്യദ്രോഹി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാളെ അവർക്ക് ഇല്ലാതാക്കാൻ കഴിയും. ഈ വർത്തമാനകാലത്തിൽ രാജനെക്കുറിച്ച് ഓർത്തെടുക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രം രാജൻ്റെ കഥ ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ഒരു കഥയുമായി ഞാൻ എത്തും വരെയും സ്റ്റോറി സലാം.